മഴക്കാലം തുടങ്ങി, എന്നാൽ കർക്കിടക ചികിത്സ ചെയ്താലോ എന്ന് ചിന്തിക്കുന്നവരായിരിക്കുമല്ലേ നിങ്ങളിൽ പലരും. എന്താണ് കർക്കിടക ചികിത്സയുടെ പ്രാധാന്യം, ആർക്കൊക്കെ അത് ചെയ്യാം, എന്താണ് അതിന്റെ ബെനിഫിറ്റ്സ് എന്ന് നോക്കിയാലോ. വേനൽക്കാലം കഴിഞ്ഞ് മഴക്കാലം തുടങ്ങുമ്പോഴേക്കും നമ്മുടെ ശരീരത്തിലെ മാലിന്യങ്ങളെ പുറത്തു കളയാനുള്ള ഉത്തമമായ സമയമാണ് കർക്കിടക മാസം. കർക്കിടക മാസം തുടങ്ങുന്നത് വർഷ ഋതുവിലാണ്, അതായത് ജൂലൈ 15 മുതൽ സെപ്റ്റംബർ പകുതി വരെ. വർഷ ഋതുവിന് തൊട്ടു മുൻപുള്ള ഗ്രീഷ്മ ഋതു അതികഠിനമായ വേനൽക്കാലമാണ്. കൊടും ചൂടിൽ നിന്ന് പെട്ടെന്ന് പെയ്യുന്ന മഴക്കാലത്ത് നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂണിറ്റി കുറയാനും പലതരം പകർച്ചവ്യാധികളായ അസുഖങ്ങൾ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇങ്ങനെ ദുഷ്ടി നിൽക്കുന്ന ദോഷങ്ങളെ പുറന്തള്ളുന്നതിന് വേണ്ടി അനുയോജ്യമായ ശോധന ചികിത്സയാണ് കർക്കിടക മാസത്തിൽ ചെയ്യേണ്ടത്. ഉള്ളിലേക്ക് കഷായം, അരിഷ്ടം എന്നിവ കഴിക്കുന്നതിനൊപ്പം അഭ്യംഗം, ധാര, കിഴി മുതലായ ചികിത്സകൾ ചെയ്യുന്നത് ഇംബാലൻസ് ആയ ത്രിദോഷങ്ങളെ ബാലൻസ് ചെയ്യുന്നതിനും ശരീരത്തിനും മനസ്സിനും ഊർജം ലഭിക്കുന്നതിനും സഹായിക്കും. അസുഖമുള്ളവർക്ക് അല്ലെങ്കിൽ പ്രായമായവർക്കാണ് കർക്കിടക ചികിത്സ എന്നാണ് പലരുടെയും തെറ്റായ ധാരണ. എന്നാൽ അതങ്ങനെയല്ല, ഏത് പ്രായക്കാർക്കും ആരോഗ്യമുള്ളവർക്കും എടുക്കാവുന്നതാണ് കർക്കിടക ചികിത്സ. കർക്കിടക ചികിത്സ എടുക്കുന്നത് മൂലം ഇമ്മ്യൂണിറ്റി കൂട്ടാനും ത്രിദോഷങ്ങളായ വാതപിത്ത കഫത്തെ ബാലൻസ് ചെയ്യാനും ഓവറോൾ ഹെൽത്ത് എൻഹാൻസ് ചെയ്യാനും സഹായിക്കും. മനുഷ്യ ശരീരത്തിലെ ത്രിദോഷങ്ങളായ വാദം, പിത്തം, കഫം എന്നിവ ഏറ്റവും കൂടുതൽ വർദ്ധിക്കുന്ന ഒരു സമയമാണ് കർക്കിടക മാസം. ഇതിൽ ഏറ്റവും കൂടുതൽ ദുഷ്ടി സംഭവിക്കുന്നത് വാതദോഷത്തിനാണ്. അപ്പൊ വാതദുഷ്ടി സംഭവിക്കുമ്പോൾ ശരീരത്തിലെ പല ഭാഗങ്ങളിലുള്ള വേദന, സന്ധിവേദന, അസ്ഥി തേയ്മാനം, തരിപ്പ് എന്നിവ കാണപ്പെടുന്നു. എന്നാൽ പിത്തദുഷ്ടി സംഭവിക്കുമ്പോൾ വിശപ്പില്ലായ്മ, ഛർദി, ഓക്കാനം, പലതരം ത്വക്ക് രോഗങ്ങൾ എന്നിവയും, കഫദോഷം വർദ്ധിക്കുമ്പോൾ ശ്വാസം മുട്ടൽ, പനി, ചുമ, ജലദോഷം തുടങ്ങിയ അസുഖങ്ങൾ കണ്ടുവരുന്നു. ഇനി പ്രായമായവർക്ക് മാത്രമല്ല കേട്ടോ, കമ്പ്യൂട്ടറിന് മുന്നിൽ ഇരുന്ന് ബോഡി പെയിനും സ്ട്രെസ്സുമുള്ള IT ജോലിക്കാർക്കും ഒരു ബോഡി റിഫ്രഷ്മെന്റിനായി ഇത് തിരഞ്ഞെടുക്കാവുന്നതാണ്. നല്ലൊരു ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം ഓരോരുത്തരുടെ ശരീരപ്രകൃതി അനുസരിച്ച് അനുയോജ്യമായ ട്രീറ്റ്മെന്റ് തിരഞ്ഞെടുക്കും.